ഇനി നമുക്ക് കുറച്ച് ഈ കക്കറച്ചി ഫ്രൈ ചെയ്യാം. ഇത് കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കണം, ഇതിൻ്റെ അഴുക്കും മണ്ണും ഇതൊക്കെ പോകാൻ കേട്ടോ. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയിൽ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് കുരുമുളക് വേണം കേട്ടോ. കുരുമുളക് കുറച്ച് നന്നായിട്ട് തന്നെ വേണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചതിലേക്ക് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എന്താ കല്ല് അടിപൊളി കല്ലാണ് കേട്ടോ. നമുക്ക് പൊടിക്കുകയും ചെയ്യാം. ഇതേപോലെയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നമുക്ക് ഇതാക്കി ചെയ്തിട്ട് കഴിക്കാവേ. അതൊന്നും ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേപ്പിലയും പച്ചമുളകും അത് കൈ ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കക്കറച്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചില്ലേ അതങ്ങ് വാരി അതിലേക്ക് ഇടാം. മിക്സ് വെൽ അടിപൊളിയായിട്ടൊന്ന് പുരട്ടി അവിടെ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിൽ വേറെ ഒരു പണിയില്ല, ഒരു സാധനം ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. സിമ്പിളല്ലേ? അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പുരട്ടി വെച്ച സാധനം റെസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാവേ. ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കക്കറച്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുക്കട്ടെ, ഇത് നന്നായി ഫ്രൈ ആയിട്ട് വരണേ. നമ്മുടെ കക്കറച്ചി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. പൊട്ടിത്തെറിക്കട്ടോ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുവേ, സൂക്ഷിക്കണേ. അടിപൊളിയായിട്ടാണ്. ഇത് എണ്ണ കുറച്ച് കൂടുതൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് വറുത്ത് കഴിയുമ്പോൾ ഒന്ന് ചരിച്ച് വെച്ചാൽ മതി. ഒരുവിധമായിട്ടുണ്ട്. അധികം മുരിഞ്ഞാലും റബ്ബർ പോലെ ആയിപ്പോയി. ഇപ്പോൾ ഒരുവിധം പരിവായിട്ടുണ്ട്. നമ്മുടെ കക്കറച്ചി ഫ്രൈ റെഡി. കുറച്ച് അഗസ്ത്യ ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു തോരൻ ഉണ്ടാക്കാം. അഗസ്ത്യ ചീര ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഞെട്ട് മാത്രം കളഞ്ഞാൽ മതി. പച്ച നിറമൊക്കെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. കഴുകി വാരി വെച്ചേക്കണേണ്. അപ്പോൾ അതെല്ലാം കൂട്ടിപ്പിടിച്ച് പിന്നെ ഇതിനാന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഞാൻ ഈ ചീര അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളത്, ഇത് വെന്ത് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊന്നങ്ങനെ ചീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. എളുപ്പമുള്ള കേട്ടോ. ഇത് ഇത്തിരി പണിയാണ്. നമുക്കിത് കഴുകി നല്ല മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് പിന്നെ അതിൻ്റെ തണ്ട് കളഞ്ഞ് ഇല മാത്രം എടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പണി. മറ്റേത് നമുക്ക് കഴുകി വാരി അരിയാം. ഇത് കുറച്ച് പണിയാണ് കേട്ടോ. അത് കാരണം ഇത് ആർക്കെങ്കിലും കൊടുത്താൽ പോലും ആർക്കും വേണ്ട. മടിയാണ് ആളുകൾക്ക് ചെയ്യാൻ. ഓക്കെ, ആ ഇലകളൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചീരക്ക് ഞാൻ കുറച്ച് കാന്താരി എടുക്കണം. ഇന്ന് നമുക്ക് പാർസൽ വന്ന കാന്താരിയാണ്. അത് ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി ചെയ്യുന്നത്. കുറച്ച് കാന്താരി ചതച്ചെടുക്കാം. 2-3 വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കാം. കാന്താരിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാന്താരി ആയതുകൊണ്ട് അത്രയും മതിയാകുമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ ഞാൻ. കാന്താരിക്ക് നല്ലൊരു ഇതാണല്ലോ. സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചീര അങ്ങോട്ട് തട്ടി കൊടുക്കാവേ. അഗസ്ത്യ ചീരയുടെ കളറൊന്ന് മാറി വരും കേട്ടോ. ഈ കളർഫുള്ളൊക്കെ മാറും. അതൊന്ന് വെന്ത് വരിക. ഇതിലോട്ട് ഇനി കുറച്ച് നാളികേരം കൂടി ഇട്ടാൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ സംഗതി റെഡിയായി. അങ്ങനെ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നത് കൊണ്ടാണ് ചില സമയം ഇങ്ങനെ നീങ്ങി പോകുന്നത്. സ്റ്റാൻഡിലല്ല, കൈ പിടിച്ചാൽ ഞാൻ ചെയ്യുന്നത്. സ്റ്റാൻഡ് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. വേണ്ട, കളർ മാറി വരുന്നത് വേണ്ട. ഒരു വൈലറ്റ് കളറാകുക അഗസ്ത്യ ചീര. അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം കുറച്ച് നന്നായിട്ട് തന്നെ വേണം കേട്ടോ. എത്ര വില കൂടിയാലും എനിക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റില്ല. വാരി വെതറിഞ്ഞ്. അപ്പോൾ നമ്മുടെ മിക്സഡ് തോരൻ റെഡിയായിട്ടാണ്. സവാള നല്ല വഴന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് സവാള അങ്ങനെ കഴിക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നിങ്ങൾ. ഓക്കെ, ഫിനിഷ്.